നമ്മുടെ കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരവസരം കർത്താവ് നൽകിയതോർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹവും വാത്സല്യവും നാം ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് എത്രമാത്രം സ്നേഹമുള്ള ദൈവമാണെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ സങ്കീർത്തനം 102 21-22 വാക്യങ്ങൾ വായിച്ചാൽ മതി. സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ബദ്ധന്മാരുടെ ഞരക്കം കേൾക്കുവാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിക്കുവാനും യഹോവ തൻ്റെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ തൃക്കൺ പാർത്തുവല്ലോ. സ്തോത്രം. ബദ്ധന്മാരുടെ ഞരക്കം. ആരാണ് ബദ്ധന്മാർ? ഏതെങ്കിലും തരത്തിൽ തടവറയിലായിരിക്കുന്നവരെയാണ് ബദ്ധന്മാരെന്ന് പറയുന്നത്. തടവ് പുള്ളികളാണ്. ബദ്ധന്മാരുടെ ഞരക്കം കേൾക്കുവാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിക്കുവാനും. സ്തോത്രം. ഒരു ഉദാഹരണം അതോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളോട് പറയാം. ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് പോയ നമ്മുടെ ഇന്ത്യക്കാർ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ട് അതൊരു വാഹന അപകടം ഉണ്ടായതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒരാളിനെ അപായപ്പെടുത്തി എന്നുള്ള നിലയിലായിരിക്കാം. അവരെ അവിടുത്തെ കോടതി ജയിലിലടയ്ക്കും, ശിക്ഷ വിധിക്കും. ഇനി അവർക്ക് അവിടെ നിന്ന് സ്വമേധയാ പുറത്തു വരുവാൻ സാധ്യമല്ല. ഈ ജയിലിലടയ്ക്കപ്പെട്ട വ്യക്തികൾ നിമിത്തം ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ദയ ലഭിച്ചാൽ ഇവർ പുറത്തു വരും. അതിന് ബ്ലഡ് മണി കൊടുക്കണം. ബ്ലഡ് മണി എന്ന് പറഞ്ഞാൽ ആ മരിച്ചുപോയ വ്യക്തിയുടെ ജീവൻ്റെ വില. അത് ചിലപ്പോൾ കോടികളായിരിക്കാം. ആ കോടികൾ കൊടുത്താൽ ഈ വ്യക്തിയെ ജയിൽ മോചിതനാക്കും. ഇല്ലെങ്കിൽ അന്ത്യം വരെ അവിടെയുള്ള ജയിലിൽ കിടന്ന് നരകിച്ച് മരിക്കുകയാണ് ആകെയുള്ള സാധ്യത. പ്രിയപ്പെട്ടവരെ, ഇത്രയും വലിയ തുക കൊടുക്കുവാൻ സാധാരണ കുടുംബങ്ങളിൽ ആർക്കും സാധ്യമല്ല. അതിന് മറ്റുള്ളവരുടെ സഹായം ലഭിച്ച് ആ ബ്ലഡ് മണി കൊടുത്ത് പലരെയും മോചിപ്പിച്ച ചരിത്രമൊക്കെ നമുക്കറിയാം. ബ്ലഡ് മണി കൊടുത്തിട്ടും ഇതുവരെയും മോചിക്കപ്പെടാത്ത ഒരു വ്യക്തി ജയിലിലുള്ള വിവരവും നമുക്കറിയാം. 36 കോടി രൂപ മറ്റോ കൊടുത്തു, എന്നിട്ടും ഇതുവരെ ആൾ പുറത്ത് വന്നിട്ടില്ല. ഇവിടെ നാം എല്ലാവരും, സകല മാനവജാതിയും സാത്താൻ്റെ തടവറയിലായിരുന്നു. അവൻ നമ്മെ നിത്യമരണത്തിന് വിധിച്ചിരുന്നു. സ്തോത്രം. ഇത് നമ്മുടെ ഭാഗത്തെ വീഴ്ച കൊണ്ട് സംഭവിച്ചതാണെന്ന് ചോദിച്ചാൽ അല്ല. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കാലത്ത് അവർ ചെയ്ത ദൈവത്തോടുള്ള അനുസരണക്കേടും ദൈവത്തിൻ്റെ വാക്ക് ധിക്കരിച്ചതും മൂലമുണ്ടായ ആ ശിക്ഷ തലമുറകളായി നമ്മുടെ മേൽ അത് വന്നു ഭവിച്ചു. സ്തോത്രം. എന്നാൽ ഈ സാത്താൻ്റെ തടവറയിൽ നിന്ന് മനുഷ്യരെ വിടുവിക്കണം, മോചിപ്പിക്കണമെന്ന് ദൈവത്തിന് ഒരു വലിയ ആഗ്രഹം ഉണ്ടായി. അതിൻ പ്രകാരം അതിന് പ്രായശ്ചിത്തമായി, പരിഹാരമായി കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ഭൂമിയിലേക്ക്
മനുഷ്യജന്മമെടുത്ത് ദൈവം അയക്കുവാനിടയായി. വെറും 33.5 വയസ്സുള്ളപ്പോൾ പാപികളായ നമ്മുടെ പ്രായശ്ചിത്തത്തിന് വേണ്ടി മരണത്തിന് നിയമിക്കപ്പെട്ടിരുന്ന നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത, ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത യേശുക്രിസ്തുവിനെ ദൈവം കാൽവരിയിൽ കുരിശിൽ തറപ്പിച്ച് കൊന്നുകളഞ്ഞു. സ്തോത്രം. സാത്താന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വിലയാണ് ദൈവം ആമേൻ നൽകിയത്. നമ്മളിൽ കുറച്ചുപേർ മരിച്ചു പോയിരുന്നെങ്കിൽ ഒരു കുഴപ്പവും സംഭവിക്കത്തില്ലായിരുന്നു. എന്നാൽ ഒരു കുറ്റവും ചെയ്യാത്ത, ഏറ്റവും നല്ലവനായിരുന്ന യേശുവിനെ ഇതാ കുരിശിൽ തറപ്പിച്ച് ദൈവം നമുക്ക് വേണ്ടി പ്രായശ്ചിത്തം നടത്തി. സ്തോത്രം. അപ്പോൾ അങ്ങനെ മരണത്തിന് നിയമിക്കപ്പെട്ടിരുന്നതായ നമ്മളെ ദൈവം യേശുവിൽ കൂടി മോചിപ്പിച്ച് സ്വതന്ത്രരാക്കി. സ്തോത്രം. യഹോവ തൻ്റെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ തൃക്കൺ പാർത്തുവല്ലോ. അതെ, ഭൂമിയിൽ വസിക്കുന്ന നമ്മോട് ദൈവത്തിന് ഇങ്ങനെ ഒരു മനസ്സലിവുണ്ടായതിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി യേശു കുരിശിൽ മരിച്ചു. ആ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് തിരുവചനം ഹല്ലേലൂയ സാക്ഷ്യപ്പെടുത്തുന്നു. യേശുവിൻ്റെ ക്രൂശ് മരണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് വിടുതലായി തരുവാൻ കാരണമായി എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ യേശു എൻ്റെ രക്ഷകനാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ യേശുവിൻ്റെ നാമം മൂലം നമുക്ക് പാപമോചനം ലഭിക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. നാം മരിക്കേണ്ട ആവശ്യമില്ല. യേശുവിനെ കർത്താവ് രക്ഷകനമായി സ്വീകരിച്ചാൽ മാത്രം മതി. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ നമുക്ക് ഏത് ബാധ്യതകളും നമുക്ക് വേണമെങ്കിൽ അധ്വാനിച്ച് വീട്ടുവാൻ കഴിയും. എന്നാൽ നമ്മുടെ സ്വന്തം ജീവനെ രക്ഷിക്കുവാൻ നമുക്കാർക്കും സ്വമേധയാ സാധ്യമല്ല. നമുക്കതിന് യേശുവിൻ്റെ സഹായം ആവശ്യമാണ്. യേശുവിൽ കൂടി അല്ലാതെ നമ്മുടെ പാപമോചനം സാധ്യമാവുകയില്ല. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ പ്രാണനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനമെന്ന് യേശു ക്രിസ്തു തന്നെ ചോദിച്ചിട്ടുണ്ട്. സ്തോത്രം. ഈ ലോകത്തിൽ നാം സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തേക്കാം, നമുക്ക് അധ്വാനിച്ച് ഏറ്റവും വലിയ സമ്പന്നനായി തീരാൻ കഴിഞ്ഞേക്കാം. എന്നാൽ നമ്മുടെ നിത്യത, എറ്റേണിറ്റി നാം എവിടെ ചെലവഴിക്കും എന്നുള്ളത് ഒരു പരമപ്രധാനമായ ചോദ്യമാണ്. പാപത്തിൽ മരിക്കുന്നവൻ നരകത്തിലെത്തും, പാപമോചനം പ്രാപിച്ചവൻ സ്വർഗത്തിലെത്തും. ഇതാണ് ദൈവത്തിൻ്റെ പ്രമാണം. അങ്ങനെയെങ്കിൽ ഒരു ചിലവും കൂടാതെ നമുക്ക് യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ, യേശുവിനെ കർത്താവിൻ രക്ഷകനുമായി സ്വീകരിച്ചാൽ നിത്യതയിൽ ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ വസിക്കുവാൻ സാധിക്കും. അത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ രക്ഷാകരമായ പദ്ധതിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുവരെ അതിന് ഭാഗ്യം ലഭിക്കാത്തവർ എത്രയും വേഗം ഒരു തീരുമാനമെടുത്ത് സ്വന്തം പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിന് യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്തോത്രം. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് കർത്താവിനെ രക്ഷകൻ കർത്താവുമായി സ്വീകരിച്ച് അവർ ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾക്കും ഇതൊരു അവസരമാണ്. അതുകൊണ്ട് ഈ അവസരം തക്കത്തിൽ വിനിയോഗിക്കണമെന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. സ്തോത്രം. നമുക്ക് മറ്റുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവും. നാം ദൈവമക്കളായി തീർന്നാൽ നമ്മുടെ ഉത്തരവാദിത്വം പിന്നെ കർത്താവിൻ്റെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ കാര്യങ്ങൾ കർത്താവ് പിന്നെ നോക്കിക്കൊള്ളും. നമുക്ക് പിന്നെ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട കാര്യമില്ല. സ്തോത്രം. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ
പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ദൈവമക്കളാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ഏൽപ്പിച്ചു കൊടുത്ത പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ സന്തോഷിക്കുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇനിയും ദൈവഭാഗത്തേക്ക് ഒരുപാട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഓരോ ദിവസവും ജീവിതത്തിൽ പലവിധമായ പ്രയാസങ്ങളും ഭാരങ്ങളും കൂടി വരുന്നതല്ലാതെ സമാധാനവും സന്തോഷവും എന്തെന്ന് അറിയാതെ മനുഷ്യൻ നട്ടം തിരിയുകയാണ്. അതിന് നടുവിൽ പാപപങ്കിലമായ ജീവിതം നയിച്ച് നിത്യമായ നരകത്തിലെത്തുമെന്നുള്ള ഭയം കൂടെ മനുഷ്യനെ ഭരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. അതിൽ നിന്ന് അങ്ങയുടെ ജനത്തെ അങ്ങ് മോചിപ്പിക്കണമെന്ന് പറ്റിയുമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ബദ്ധന്മാരുടെ ഞരക്കം കേൾക്കുന്ന ദൈവമാണല്ലോ. അങ്ങ് മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിക്കുന്ന ദൈവമാണല്ലോ. അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ രക്തം, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, അത് ഹല്ലേലൂയ സകല മനുഷ്യൻ്റെയും പാപത്തെ പോക്കി അവരെ ഹല്ലേലൂയ ദൈവരാജ്യത്തിലെത്തിക്കുവാൻ പര്യാപ്തമാണെന്ന് ആമേൻ ഉറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ആമേൻ, ഹല്ലേലൂയ, അനേകർ ആമേൻ കർത്താവിൻ്റെ ഈ വചനം അനുസരിക്കുവാനും ആമേൻ യേശുവിൻ്റെ നാമം മൂലം ആമേൻ വിടുതൽ പ്രാപിക്കുവാനും സഹായിക്കുന്ന പറ്റിയുമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, നിത്യത ആമേൻ നരകത്തിലാണെങ്കിൽ സകലവും നഷ്ടക്കച്ചവടമാണെന്ന് ആമേൻ അങ്ങ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അങ്ങയുടെ പ്രിയപ്പെട്ടവരോട് അവിടുന്ന് മനസ്സിലിടണമേ. അവരെയും ദൈവസ്നേഹത്താൽ മാടി വിളിക്കണമേ. കർത്താവിലേക്ക് ആകർഷിക്കണമെന്ന് പറ്റിയുമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭാരങ്ങളാൽ ഞരങ്ങുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വിടുതലയക്കണമേ. കടഭാരത്തിൽ ഞെരുക്കത്തിൽ കഴിയുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വിടുതലയക്കണമേ. തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ മാനിക്കണമേ. കർത്താവെ, ഹല്ലേലൂയ, വിവാഹ ജീവിതത്തിന് പ്രാർത്ഥിക്കുന്നവർക്ക് ഹല്ലേലൂയ ദൈവമേ വേഗത്തിൽ തക്ക തുണകളെ ഒരുക്കി കർത്താവ് സഹായിക്കണമേ. ലോകത്തിന് സമാധാനത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആമേൻ, യുദ്ധങ്ങൾ ആമേൻ, ഹല്ലേലൂയ പല രാഷ്ട്രങ്ങളിലും നാശം വിതച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഞങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വേഗത്തിൽ യുദ്ധങ്ങളെ അങ്ങ് നിർത്തൽ ചെയ്ത് കർത്താവെ ഒരു സമാധാനമായ അന്തരീക്ഷം പുനഃസ്ഥാപിക്കണമെന്ന് പറ്റിയുമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആമേൻ, അപ്പോൾ തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള ആമേൻ, ഹല്ലേലൂയ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം കർത്താവെ അവിടുന്ന് ആമേൻ അങ്ങയുടെ ദൂതന്മാരുടെ കാവലിൽ പരിപാലിച്ചുകൊണ്ടെന്ന് പറ്റിയുമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, അവിടുന്ന് ആമേൻ, ഹല്ലേലൂയ ഞങ്ങളുടെ ആമേൻ, ഹല്ലേലൂയ സഹോദരങ്ങളെ, ഞങ്ങളുടെ ചാർച്ചക്കാരെ, ഞങ്ങളുടെ ബന്ധുക്കളെ, പ്രിയപ്പെട്ടവരെ, അങ്ങയുടെ കർത്താവെ ഹല്ലേലൂയ പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്നവരെല്ലാം കർത്താവെ അവിടെ സൂക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ ദേശത്തെ അവിടുന്ന് കാത്തു പരിപാലിച്ചുകൊള്ളണമേ. ലോകരാജ്യങ്ങളെ കാത്തു പരിപാലിക്കണമേ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ വചനമൊക്കെ അനുസരിച്ച് രക്ഷ പ്രാപിക്കുവാൻ അങ്ങയുടെ ജനത്തെ അവിടെ ഒരുക്കുന്നതിന് നന്ദിയോട് സ്തോത്രം. കർത്താവെ, അങ്ങയുടെ പുനർനാമം മഹത്വപ്പെടുത്തനായ സ്തോത്രം, പ്രാർത്ഥനഘട്ടനായ സ്തോത്രം, സകലവും കേൾക്കുന്ന അൻപുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേട്ട് ഉത്തരം അരുളുമാറാകണമേ. സ്വർഗീയ പിതാവേ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ ആമേൻ പ്രാർത്ഥനകൾ നിങ്ങളോടൊപ്പമുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കും, അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ഹല്ലേലൂയ വചനമനുസരിച്ച് ദൈവങ്ങളെ തീരുവാൻ എല്ലാവരും കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.